ഹലോ, നമസ്കാരം. ഇന്നേ നമ്മുടെ ഈ ഏരിയ നമ്മ കുറെ ചെടികൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അതങ്ങനെ കാട് പിടിച്ച ആയി. പിന്നെ ഈ ചെടി ഉണ്ടോ, ഇപ്പൊ നമ്മ ചെടിക്ക് വെട്ടി നിർത്തേണ്ട സമയമായിരുന്നു. പക്ഷെ നമ്മൾ നോക്കാണ്ട് കുറെ നാൾ നിർത്തിയപ്പോ ആകെ ഒരു കാട് പിടിച്ചൊരു ഫീലിംഗ്. അപ്പൊ നമ്മ ഇതൊക്കെ ഒന്ന് വെട്ടി വെടുപ്പാക്കി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ പോകണം. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ശരിക്കും പറയാൻ തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മുമ്പ് നമ്മുടെ റീൽസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു. ഇതൊക്കെ ആകെ കാട് പിടിച്ചെടുക്കാം. അപ്പൊ ഇന്ന് വെയിൽ കണ്ടപ്പോ മൊത്തത്തിലൊന്ന് ക്ലീനിങ്ങും ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്തിട്ട് റെഡിയാക്കാന്ന് വിചാരിക്കും. അപ്പൊ ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ അതിന്റെ വീഡിയോ എങ്ങനെ ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പണിയായി. ഇപ്പൊ ആദ്യം കട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരുന്നു. കറക്റ്റ് കട്ടായിട്ട് ഇങ്ങനെ ബോളായിട്ട് നിന്നിരുന്നു. ഓരോന്നും ഏകദേശം ഒരു 10 ബോളിന്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ ഈ സാധനം. പക്ഷെ ഇപ്പം നോക്കി ഫുള്ള് കാട് പിടിച്ചാൽ മതി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ കണ്ടില്ലേ, ഇതിൽ പല ടൈപ്പുള്ള ചെടികൾ ഒക്കെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. ആ കൂടി നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടന്നിട്ട് ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ ഫുള്ള് കച്ച്. ഇവിടെ തന്നെ വെക്കാനാ? ഇവിടെ നിന്ന് മാറ്റാം. ഇത് നമുക്ക് ഈ ഒരു ചെടി ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ ഫുള്ള് കട്ട് ചെയ്ത് സെറ്റ് ആക്കി. ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇത് ഈ വഞ്ചി വേണമെങ്കിൽ നമുക്ക് അതിന്റെ അടിയിൽ വെക്കാം. ബാക്കിയല്ലാതെ നമുക്ക് മാറ്റാം. വഞ്ചിയില് മീനുണ്ട്. വഞ്ചിയില് ഗപ്പി ഭയങ്കര വലിയ മീൻ. ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ പോയിട്ട് കൊറേ ഉണ്ടായിരുന്നു. കൊക്ക് വന്ന് വലുതിനൊക്കെ പിടിച്ചു തോന്നുന്നു. ആകെ കുറച്ച് മീനുള്ളൂ ഇപ്പൊ. അപ്പൊ ഇത് മൊത്തത്തെ ഒരെണ്ണല്ല, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടെ, ഓരോന്ന് അറേഞ്ച് ചെയ്തിട്ട് ബാക്കി റെഡി ആക്കട്ടെ കേട്ടാ. അപ്പൊ നമ്മുടെ മഴക്കാലം വരുന്നതിന് മുമ്പ് നമ്മുടെ വീടിന്റെ മുമ്പിലേ, അയ്യോ അത് ഞാൻ കാണിച്ചുതരാം. മഴക്കാലം വരുന്നതിന് മുമ്പ് വീടിന്റെ മുകളിലൊക്കെ ചെടി ഉണ്ടായിരുന്നു. ഇവിടെ ഒക്കെ നമ്മ ബോഗൺവില്ലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഇവിടെ ഒക്കെ ചെടി ഉണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാതും റീപോർട്ട് ചെയ്തിട്ടും ഒക്കെ മാറ്റി വെച്ചേക്കാം. ഇതിന്റെ മുകളിലൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. അതൊക്കെ മാറ്റി വെച്ചേക്കാം. ഇനിയിപ്പോൾ രണ്ടാമത് ഫുള്ള് സെറ്റ് ചെയ്യണം ഇവിടെ ചെടികളൊക്കെ. കുറേയൊക്കെ ഞാനത് റീപോർട്ട് ചെയ്തിട്ട് വളമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ മഴ ഒന്ന് മാറിയതിന് ശേഷം വേണം രണ്ടാമതെടുത്ത് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതും ഇപ്പോൾ സെറ്റാക്കണം. ശരിക്കും പെബിൾസ് ഇട്ടത് സെറ്റായോ, പക്ഷെ അതിൻ്റെ അടുത്ത് മറ്റേ ചെടി വന്നിട്ടില്ല. അത് കാരണം ഇത് ശരിക്കും കാട് പിടിച്ച മാതിരിയല്ലേ. അപ്പൊ ശരി എന്നല്ലേ. അപ്പൊ നമുക്ക് ഞാനത് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ. അത് നമ്മളന്ന് ഊട്ടിയിൽ നിന്ന് പോയപ്പോ കൊണ്ടുവന്നല്ലേ. അതുമ്പോ നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറ് പൂവുണ്ടാവും അല്ലേ. നമ്മ കൊറോണ ടൈമില് 800 രൂപ കൊടുത്ത് പ്രോമോന്നൊരു ചെടി എറണാകുളത്ത് ഒരു ടീമിൻ്റെ അന്ന് ഈ കൊറോണയുടെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ചെടിപ്രാന്ത്, കിളിപ്രാന്ത് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അന്ന് 800 രൂപ കൊടുത്തിട്ട് ഈ ഒരു ചെടി വെച്ച് ഇങ്ങനെ ഇത്രയ്ക്കൊന്നും ഉണ്ടാവുന്നില്ല കേട്ടാ. പ്രോമോന്നൊരു ചെറിയൊരു കട 800 രൂപയ്ക്കാണ് മേടിച്ചത്. ഇപ്പൊ പൊടിച്ച് 3-4 ചട്ടി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഉഷാറായിട്ടില്ല കളിക്കുക. നല്ല ഉഷാറായി. സത്യം പറഞ്ഞ ഇതൊക്കെ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല അല്ലേ.
ഇതാണ് നോക്കാണ്ട് ഇതിന്റെ നമ്മളെ മാവ് പൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇല പൊഴിയുന്ന ഒരു സമയമില്ലേ, അവിടെ നിന്ന് എന്ത് വലിച്ചെടുക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടാ, വല്ല ഇടജന്തുക്കളൊക്കെ ഉണ്ടാവുവേ, കാണില്ല. ഫുള്ള് കച്ചറയൊക്കെ എടുക്കാം. ചവറിന്റെ ഉള്ളിലേ വല്ല കുഞ്ഞുങ്ങളൊക്കെ കിടക്കണ്ടെങ്കിൽ കാണു പോലും ഇല്ല. നോക്കിക്കോളോട്ടാ ചട്ടി എടുക്കുമ്പോ. വഞ്ചി സെറ്റായി വരുന്നുണ്ടല്ലേ. പക്ഷെ വളങ്ങളൊന്നും ഇടാത്താറുണ്ടെന്നാണ് ഉഷാറല്ല. ഈ ചെടി അവളുടെ ഇഞ്ചി കൃഷി. അതെ, ഇഞ്ചി ഇരുന്നിട്ട് അത് പറിച്ചതില് ഏട്ടൻ വേറെ എന്തോ കൊണ്ടുവന്ന് നട്ടു. പക്ഷെ അതിന് വളം ഇട്ടപ്പോ ഇഞ്ചി നല്ലോണം വളരാൻ തുടങ്ങി. നല്ലോണം കൊതുണ്ടട്ട നോക്കി എന്റെ മേത്ത് വന്ന് ഇരിക്കണ നോക്കി. ഇതെന്താണെന്നറിയോ, നമ്മളെ പറമ്പിലൊക്കെ കാണാൻ കിടക്കുന്നത് ഇത് ചുവന്നപ്പൂവും വെള്ളപ്പൂവൊക്കെ ആയിട്ടുള്ള കണ്ടോ നീ? ഇതുമ്മ തന്നെ പൂട്ടിട്ടുണ്ടായിരുന്നല്ല. വീടല്ലേ അതുമലും പൂവിട്ടിട്ടുണ്ടായി. അതെനിക്ക് തോന്നുന്നു നമുക്ക് ഈ പാമ്പുമ്മ നട്ടാലോ, അപ്പൊ അതുമ്മ പടർത്തി വിട്ടൂടെ? ഒരു ചട്ടിയും കൂടി ഉണ്ട് അതിന്റെ ബാക്കില്, നമ്മള് മറ്റേ കൊമ്പും കുത്തിയത്. മഴ പിടിച്ചപ്പോ നമ്മൾ സ്റ്റെമ്പ് ഓടിച്ച് കുത്തിയിട്ട് മുളച്ചു വന്നാട്ടോ. ഇനി ഇത് കത്തയല്ലേ, കത്രികന്റെ ഷേപ്പ് തന്നെ പോയി ഒക്കത്തിന്റെ. നല്ല ഭംഗിയിൽ വെട്ടണം കേട്ടാ. എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കല്ലേ. അഭിപ്രായം പറയാൻ കുറെ പേരുണ്ടോ? ഒന്ന് വെട്ടി നോക്കട്ടെ, ഇഷ്ടാവോ നോക്കല്ലേ. അപ്പൊ അതന്നെ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ. അവിടെ നിന്ന് അഭിപ്രായം പറയണ ഒരാള് പറഞ്ഞ അഭിപ്രായങ്ങള്. പിന്നെ ക്യാമറ പിടിച്ചിരിക്കുന്ന ഒരാൾ അഭിപ്രായം പറയാൻ അല്ലേ?
അപ്പൊ നമ്മേ മൊത്തം ഇല വെട്ടി തീർന്നിട്ട് അപ്പൊ ഇങ്ങനെ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ചെമ്പൊക്കെ ഭയങ്കര വലുതായി ഭയങ്കര ഇതായതിന്റെ പേരിൽ ഇത്ര ചെറുതാക്കി വെട്ടിട്ടുള്ളൂ എന്നാലും ഇനി ഇതിന്റെ പൊടിപ്പ് വന്നിട്ട് രണ്ടാമത് വെട്ടുമ്പോ ബോൾ മാതിയാവും അങ്ങനെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ എല്ലാതും വെട്ടി വെളിയിക്കുന്നത് നേരത്തെ കണ്ട ഭംഗിയൊക്കെ പോയില്ലേ ഇപ്പൊ രണ്ടാമത് മൊത്തം പൊടിച്ച് വീണ്ടും വെട്ടി വരുമ്പോ ശരിക്കും ബോളിന്റെ ഷേപ്പ് ആവാം അപ്പൊ ശരിക്കും ബോളാಗಿ നീര് നോക്കിയില്ല മരം മാരി ഇങ്ങനെ നീണ്ടു പോന്നിട്ട് നമ്മൾ കട്ട് ചെയ്തപ്പോ മൊത്തം ഇല മോളിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആയി മാറിയത് ഇനിയിപ്പൊ കുറച്ച് ദിവസം പിടിച്ചാൽ മതി അതിനുള്ളിൽ ഫുള്ള് പൊടിച്ച് തെറ്റാവും അപ്പൊ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെ കാണിച്ചു തരാം അപ്പൊ ഇനി മൊത്തം ക്ലീൻ ആക്കി രണ്ടാമത് ചെടിയൊക്കെ സെറ്റ് ചെയ്തതിനൊക്കെ ഞാൻ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ള ഞാൻ ഇടാട്ടാ ശരി എന്നാൽ ബൈ ബൈ മീനുണ്ട് ഇതിനകത്ത് എത്ര മീനുണ്ടെന്ന് എണ്ണി നോക്കിയാ എന്ത് ഭംഗിയാ